സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ബോട്ടോക്സ് ആണ്. ബോട്ടോക്സ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എക്സ്പ്രഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകളെയാണ് നമ്മൾ ഡൈനാമിക് വ്രിങ്കിൾസ് എന്നാണ്. ആ വ്രിങ്കിൾസ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോട്ടോക്സ്. പിന്നെ ഉള്ള രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഫില്ലേഴ്സ് നമ്മൾ ചെയ്യുന്ന ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് യൂസ് ചെയ്താണ്. അത് നമ്മൾ ചെയ്യാറുള്ളത് വർഷത്തിൽ ഒരിക്കലാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന ആ ഒരു കുഴിവ്, പിന്നെ നമ്മുടെ ചീക്സിൻ്റെ കവിളിൻ്റെ സാഗിങ്, പിന്നെ ഉള്ളത് നമ്മുടെ മൂക്കിൻ്റെ അവിടെ നിന്ന് നമ്മളുടെ ചുണ്ട് വരെയുള്ള ആ ഒരു വരയുണ്ടല്ലോ അത് പ്രോമിനൻ്റ് ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ ഫില്ലേഴ്സ് ചെയ്യാറ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ PRP ട്രീറ്റ്മെൻറ്റ്. PRP എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അത് 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കും നമ്മുടെ ഫേസിൽ തന്നെ. രണ്ടാമത് നമുക്ക് അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഡെർമാ റോളർ യൂസ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് മൈക്രോ നീഡ്ലിംഗ്. ഇത് മൂന്നുമാണ് നമ്മുടെ PRPയിൽ വരുന്നത്. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ റീമോഡലിംഗ് ആണ് നടക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളും കാര്യങ്ങളും ഒക്കെ നേരെയാവുന്നത്. ഇതെല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സാണ്. സെഷൻ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്.